സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ. നാളെയാണ് കുട്ടിക്കലാശം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, അവസാന ലാപ്പിൽ ആണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിക്കൊണ്ടിരിക്കെ ഈ അവസാന ഘട്ടത്തിൽ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ സ്ഥാനാർത്ഥികൾ? സംസ്ഥാനത്തെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും അവസാന ലാപ്പിലേക്ക് പ്രചരണം എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രയധികം പ്രചാരണ പരിപാടികളാണ് പല മണ്ഡലങ്ങളിലും നടന്നു വരുന്നത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ശ്രദ്ധ വച്ചിരിക്കുന്നത് റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണ്. കേരളത്തിൽ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുതിർന്ന നേതാക്കളെയും ദേശീയ നേതാക്കളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള റോഡ് ഷോകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും ആളുകൾ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ കൂടി വീക്ഷിക്കുന്ന തിരുവനന്തപുരം തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തന്നെയുള്ള മത്സരങ്ങളിൽ 2 മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ള റോഡ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ആണ് പന്ന്യൻ രവീന്ദ്രൻ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോ അങ്ങ് പാറശാലയിൽ തുടങ്ങിയത്. അത് കഴക്കൂർ അവസാനിക്കും. നിരവധി വാഹനങ്ങളും ഒപ്പം പ്രവർത്തകരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു റോഡ് ഷോയാണ് പുരോഗമിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് തീരദേശ മേഖല കേന്ദ്രീകരിച്ചും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ റോഡ് ഷോ നടത്തുന്നുണ്ട്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം ഇന്ന് റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷം നടത്തുന്നതായിട്ടാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഇതിനായി ദേശീയ നേതാക്കൾ പലരും തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. സച്ചിൻ പൈലറ്റ്, പ്രകാശ് ജാവദേക്കർ തുടങ്ങിയവരെല്ലാം തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു എന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ആറ്റിങ്ങലിലും ഇത്തരത്തിൽ വലിയ റോഡ് ഷോകളാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ 2 മണ്ഡലങ്ങളിലുമാണ് ത്രികോണ മത്സരം നടക്കുന്നത്. എല്ലാവരും മത്സരത്തെ അവരുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രചരണ പരിപാടികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്തും പത്തനംതിട്ടയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. കടുത്ത വേനൽ ചൂടാണ് എങ്കിൽ പോലും ഇതൊന്നും തന്നെ വകവയ്ക്കാതെ അവഗണിച്ചുകൊണ്ട് ആണ് നിരവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളും ഒപ്പം വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണ പരിപാടികളും നടക്കുന്നത്. നാളെ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന് മുമ്പ് സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ഒരു ഘട്ടം കൂടി വിവിധ മേഖലകളിൽ എത്തി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തിരക്കും ഇപ്പോൾ കാണുന്നുണ്ട്. ശ്രുതി, വ്യക്തമാണ്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കം വലിയ രീതിയിലുള്ള പ്രചാരണമാണ് അവസാന ലാപ്പിലും നടക്കുന്നത്. ദേശീയ നേതാക്കൾ ഇറക്കിയുള്ള വോട്ട് പ്രചാരണമൊക്കെയാണ് നടക്കുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നൽകിയത്.